ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് അരിപ്പൊടി കൊണ്ടുള്ളൊരു സ്നാക്കാണ്. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതുപോലൊരു ഫുൾ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് കുറച്ച് അയമോദകം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ സ്നാക്കിനൊരു മസാല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. മാത്രമല്ല അയമോദകം നമ്മുടെ വയറിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അരിപ്പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എത്രയാണോ വെള്ളം ഒഴിച്ചത് അതേ അളവിനാണ് അരിപ്പൊടിയും ചേർക്കേണ്ടത്. കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം പോരാത്ത പോലെയൊക്കെ തോന്നും, പക്ഷേ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്. കറക്റ്റ് അതേ അളവ് തന്നെ എടുക്കുക. അപ്പോൾ അടുപ്പിൽ ചെറുതായിട്ട് തീ കത്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരല്പനേരം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അതിനായിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. ഇപ്പം നല്ല ചൂടാണ്. ഒന്ന് ചൂട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു ഇളം ചൂടുള്ളപ്പോൾ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നോളും ഇത്. അപ്പോൾ ദേ കണ്ടില്ലേ, ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പോർഷൻസ് ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ വലിയ വലിയ ബോളുകളാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നില്ലേ, അതിൻ്റെ ഒരു ഡബിളായിട്ടാണ് എടുക്കുക. 2 ചപ്പാത്തിക്കുള്ള അത്രയും റോൾസ് ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ഒരു ചപ്പാത്തി പലക വെച്ചിട്ടുണ്ട്. അതിൽ പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ആകുമ്പോൾ ഒട്ടും സ്റ്റിക്കാവാണ്ട് നമുക്ക് കിട്ടിക്കോളും. ഇനി ഇതിനെ പരത്തുക. ഇപ്പോൾ ക്രാക്കൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് പരത്തി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഷേപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഒരുപാട് തിന്നൊന്നും ആവണ്ട, ഇത്തിരി തിക്നെസ് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇതുപോലെ സൈഡ് ബൈ സൈഡായിട്ട് അങ്ങോട്ട് പരത്തുക. ഏകദേശം ഇത്രയും മതി. ഇനി ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ഹോൾസ് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ബൈ സൈഡായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇനി നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഇതിനെ ഞാൻ 3 പോർഷൻസ് ആക്കുകയാണ്. എന്നിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഇതുപോലെയൊക്കെ കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കാം. ഇനി എണ്ണ ചൂടാവുമ്പോഴത്തേനും നമുക്കിത് ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുമിച്ചിട്ട് ചിലപ്പോൾ ഒട്ടിപ്പോവും. അപ്പോൾ 2 സൈഡ് മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കറക്റ്റ് വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം. ഇനി നമുക്കിതിലേക്ക് ടേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും ഉപ്പും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് പൗഡർ അല്ലെങ്കിൽ ടൊമാറ്റോ പൗഡർ അങ്ങനെ എന്തെങ്കിലും ടേസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചാട്ട് മസാല അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ മാഗിയുടെ കൂടെ കിട്ടുന്ന മസാലയില്ലേ, അത് ആഡ് ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ സാധാരണ മുളക് പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഇത് നമ്മളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്താലും മതി, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി ഹോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടാണ് വളരെ കുറച്ച് ചേർത്തത്. അപ്പോൾ അതേ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി. നമുക്ക് ചായയൊക്കെ ഒപ്പം കറുമുറ കടിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.